Page number 303, Agriculture Income and Tax Liability. Although agriculture income in India is exempted from income tax under Section 10, Subsection 1, the existence of agriculture income will influence the tax liability of an assessee. Agriculture income ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ടാക്സ് നിന്ന് എക്സെപ്റ്റ് ആണ്. എന്നാൽ പോലും അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. Okay, this is because the method of computing tax liability if agriculture income of an assessee exceeds 5,000. 5,000 രൂപ വരെ ഒരു വ്യക്തിക്ക് അഗ്രികൾച്ചർ ഇൻകം ഉള്ളൂ എങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഒരു ടാക്സ് ലയബിലിറ്റിയും കണക്കാക്കണ്ട. 5,000 രൂപ വരെ ഉള്ളൂ എങ്കിൽ. അതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ അഗ്രികൾച്ചർ ഇൻകം എങ്കിൽ, അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടാ, ബാക്കിയുള്ള ഹെഡിൻ്റെ കാര്യമല്ല പറഞ്ഞത്. 5,000 രൂപയിൽ മേലെയാണ് നിങ്ങളുടെ അഗ്രികൾച്ചർ ഇൻകം എങ്കിൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ദിസ് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ടാക്സ് ലയബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ, HUF, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂസ് ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് അഗ്രികൾച്ചർ ഇൻകം എക്സീഡ്സ് ദി നോൺ ടാക്സബിൾ ലിമിറ്റ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പുറത്തെ പേജിൽ ഒരു സ്റ്റെപ്പൊക്കെ കാണാം. ആ സ്റ്റെപ്പ് വെറുതെ പറയാം, പക്ഷേ സ്റ്റെപ്പ് പറഞ്ഞാലേക്കാളും കൂടുതൽ മനസ്സിലാവുക അത് ചെയ്യുമ്പോഴാണ്. ഈ സ്റ്റെപ്പാണ് ഹൗ ഡു യു കാൽക്കുലേറ്റ് അഗ്രികൾച്ചർ ഇൻകം എന്നൊക്കെ ചോദിച്ചിട്ട് തിയറി സ്റ്റെപ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. കമ്പ്യൂട്ട് അഗ്രിഗേറ്റ് ഇൻകം, the total of non-agriculture and agriculture income, compute tax on aggregate income, compute agriculture income as increased by the non-taxable limit of the assessee, compute tax liability on such income, find out the difference between step 2 and step 4, the amount so arrived is the tax liability of the assessee, add surcharge or cess as the case may be, that is the total liability of the assessee. ഈ പറയണ 5 സ്റ്റെപ്പാണ് നമ്മൾ ഇനി അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ ചെയ്യാൻ പോണത്. അത് ആ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ 2019-20 അസസ്മെൻറ്റ് ഇയറിലേക്ക് ഒരു വ്യക്തിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സിൻ്റെ റേറ്റാണ് പഠിക്കാൻ പോണത്. ഏതൊരു ഇൻകം ടാക്സിൻ്റെ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ഈ പറയണ 3 പോയിന്റിലുള്ള കാര്യങ്ങൾ കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ ടാക്സ് ലയബിലിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ആദ്യം പറയണത് ആർക്കാ, ടാക്സ് റേറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അസസി. ആണായാലും പെണ്ണായാലും പണ്ട് സ്ത്രീകൾക്ക് ഒരു കുറച്ചും കൂടി ഇൻകം ടാക്സ് കരുണ കാണിച്ചിരുന്നു. സ്ത്രീകളുടെ സീലിംഗ് ഇത്തിരി കൂട്ടിയിട്ടിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അപ്പോൾ നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കുക. നിങ്ങൾ 18 വയസ്സ് മേലുള്ള ആളാണ്. നിങ്ങളുടെ വരുമാനം ഒരു വർഷം 2,50,000 രൂപ വരെയാണ്. എല്ലാ ഹെഡും കൂട്ടിയിട്ട്, സാലറി, ഹൗസ് പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ കൂട്ടിയിട്ട് 2,50,000 രൂപ വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട, നിൽ. ഓക്കെ, ഇനി അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്നത് നെക്സ്റ്റ് 2,50,000. അതായത് ഞാനിങ്ങനെ സാധാരണ കുട്ടികളെ പഠിപ്പിക്കാറ് അപ് ടു 2,50,000 നിൽ എന്ന് പഠിക്കും. അതിൻ്റെ താഴെ 2,50,000-5 lakh, 2,50,000 മുതൽ 5 ലക്ഷം വരെ 5%. 2 കൊല്ലം മുമ്പത്തെ ടാക്സ് റേറ്റ് ഇതായിരുന്നില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ടാക്സ് റേറ്റ് മാറ്റാം. അത് ബഡ്ജറ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ 2,50,000 മുതൽ 5 ലക്ഷം വരെ എത്ര ശതമാനം? 5%. അപ്പോൾ നിങ്ങളുടെ ഇൻകം 5 ലക്ഷമാണെന്ന് വിചാരിക്കും. അപ്പോൾ എത്രയായിരിക്കും? ആദ്യത്തെ 2.5 ഒന്നും കൊടുക്കണ്ട. പിന്നെ 2.5 മുതൽ പിറ്റത്തെ 2.5 മുതൽ 5 വരെ എത്ര ഡിഫറൻസ് ഉണ്ട്? ആ ഡിഫറൻസ് എത്രയാ? 2.5. ആ 2.5 ലക്ഷത്തിന് നിങ്ങൾ 5% ടാക്സ് കൊടുക്കുന്നത്. അതിൻ്റെ താഴത്ത് നമ്മൾ എഴുതുക 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ, ഹൈഫൺ ഇട്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ നിങ്ങൾ 20% ടാക്സ് കൊടുക്കണം. എബവ് 10 lakhs, അതായത് ബാലൻസ് എഴുതിയിട്ടുണ്ട്, ബാലൻസിന് നിങ്ങൾ 30% ടാക്സ് കൊടുക്കണം. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇൻകം 6 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യത്തെ അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. ഈ സ്റ്റെപ്പിലേ പോകാൻ പാടുള്ളൂ. ആദ്യത്തെ 2.5 ലക്ഷം വരെ നിൽ, 2.5 മുതൽ 5 ലക്ഷം വരെ എത്ര ഡിഫറൻസ്? 5 ലക്ഷം, അല്ലാതെ സോറി 2.5 ലക്ഷം. 2.5 ലക്ഷത്തിന് 5% കണ്ടു, ആ എമൗണ്ട് അവിടെ എഴുതി വെച്ചു. പിന്നെ എത്ര ഉണ്ട് ബാലൻസ്? 6 ലക്ഷം ആവാൻ 5 ലക്ഷം മൈനസ് 6 ലക്ഷം, 1 ലക്ഷം. ആ 1 ലക്ഷത്തിന് നിങ്ങൾ എത്ര കൊടുക്കും? 20%.
അപ്പോൾ ആദ്യത്തെ 5% പിന്നത്തെ 20% കൂട്ടിയിട്ട് അതാണ് ടാക്സ് ലയബിലിറ്റി. നിങ്ങളുടെ വരുമാനം 12 ലക്ഷമാണെന്ന് വിചാരിക്കും. നിങ്ങളുടെ വരുമാനം 12 ലക്ഷമാണെങ്കിൽ എന്താണ് ഈ സ്റ്റെപ്പിൽ കൂടെ പോകണം. ആദ്യത്തെ 2.5 നിൽ, 2.5 മുതൽ 5 വരെയുള്ള ഡിഫറൻസ് 2.5, 2.5ക്ക് 5, 5 മുതൽ 10 വരെയുള്ള ഡിഫറൻസ് 5, അതിന് 20%, ബാലൻസ് 2, 2ന് 30%. ഈ സ്റ്റെപ്പിൽ കൂടെ പോകാൻ പറ്റും. കൊള്ളാം അല്ലേ? ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 5,33,331 നിങ്ങൾ അങ്ങനെ വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം 4,77,000. ആദ്യത്തെ 2.5 നില്ല്, 250 ഹൈഫൺ 4,77,000 സംതിങ്. അപ്പോൾ അത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കണം. 4,70,000-ന് ഈ 2.5 ഡിഫറൻസ് എടുത്തിട്ട് അതിനാണ് 5% കൊടുക്കേണ്ടത്. നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി പഠിച്ചു. ഇനി രണ്ടാമത്തെ കാറ്റഗറിയെ പഠിക്കാൻ പോണത് സീനിയർ സിറ്റിസൺ. 60 വയസ്സിൻ്റെ 80 വയസ്സിൻ്റെ ഇടയിലുള്ള ആളാണെങ്കിൽ അയാൾക്ക് 3 ലക്ഷം രൂപ വരെ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. പിന്നെ അയാൾ എത്രയ്ക്കാണ് കൊടുക്കേണ്ടത്? 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ. രണ്ട് ഡിഫറൻസ് എത്രയാ? ഡിഫറൻസ് 5. അത് പറഞ്ഞേ, ഞാൻ എങ്ങനെ പഠിപ്പിക്കുക? 3 ലക്ഷം ഹൈഫൺ 5 ലക്ഷം, അതിൻ്റെ ഡിഫറൻസ് 2 ലക്ഷമാണ്. ആ 2 ലക്ഷത്തിന് 5%. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഡിഫറൻസ് 5 ലക്ഷം, അതിന് 20%. 10 ലക്ഷത്തിന് മേലെയാണെങ്കിൽ 30%. 80 വയസ്സിൽ മേലുള്ള ആളാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ട. അപ്പം നിങ്ങളുടെ മുത്തശ്ശിയോ 80 വയസ്സിൽ മേലെ ആളാണ്, കയ്യിൽ കാശും വേണം. 5 ലക്ഷം വരെ ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. 5 ലക്ഷത്തിന് മേലെയുള്ള കാശിന് മാത്രം ടാക്സ് കൊടുത്തു. 2,70,000. ആദ്യത്തെ സിറ്റുവേഷനാണ് വിചാരിക്കുക. 60 വയസ്സിന് കുറവുള്ള ആളും 2,50,000 വരെ ഒന്നും കൊടുക്കണ്ട. 2,50,000 ഹൈഫൺ 2,70,000, ഡിഫറൻസ് 20,000 ഇൻറ്റു 5%. 20,000-ൻ്റെ 5%. 5% ശതമാനം കണക്കാക്കണ്ടോ? ബ്ലാക്ക് ബോർഡിൽ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ സീനിയർ സിറ്റിസൻ്റെ കേസിൽ 5 ലക്ഷം വരെ നില്ലാണ്. അടുത്ത 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%. കണ്ട, 80 വയസ്സിൽ മേലുള്ള ആൾക്ക് എന്തില്ല? 5% പരിപാടിയില്ല. പിന്നെ 20 ഉള്ളൂ. ബാലൻസ് 30%. സർചാർജ് 10% ഓഫ് ഇൻകം ടാക്സ് വേർ ടോട്ടൽ ഇൻകം എക്സീഡ് 50 ലക്ഷം ടു 1 crore. സർചാർജ് ഒന്നും സാധാരണ ആൾക്കാർക്ക് വരില്ല. 50 ലക്ഷത്തിൻ്റെ 1 കോടി വരെയൊക്കെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ സർചാർജ് 10% കൊടുക്കണം. അല്ല 1 കോടിക്ക് മേലെയാണെങ്കിൽ 15% കൊടുക്കും. എഡ്യൂക്കേഷൻ സെസ് എല്ലാ ആൾക്കാരും കൊടുക്കേണ്ട ഇതാണ്. ആ ടാക്സിൻ്റെ ഇതൊക്കെ നമ്മൾ പെർസെൻറ്റേജ് കണക്കാക്കിയിട്ട് കൂട്ടില്ലേ, അതേ ഇൻറ്റു ഒരു 4% കൊടുക്കണം. എഡ്യൂക്കേഷൻ സെസ് നമ്മുടെ നാട്ടിൽ യു ഹാവ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 14 years അല്ലേ? എല്ലാ കുട്ടികളും ഗവൺമെൻറ് പഠിപ്പിച്ചോളും. ഫ്രീ വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഈ കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ കാശ് വേണ്ടേ ഗവൺമെൻറ്റിന്? അപ്പോൾ അതിലേക്കായിട്ട് ടാക്സ് കൊടുക്കുന്ന എല്ലാവരും ഒരു എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ട് 4% നിർബന്ധമായും കൊടുക്കണം. അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് കാശ് പോവുക. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി പഠിക്കാനുള്ളത്, റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നു. ഒരു റിബേറ്റ് തരും, നിങ്ങൾക്കൊരു ആശ്വാസം. ഡിസ്കൗണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഡിസ്കൗണ്ട്. 5 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് 12,500 രൂപ എല്ലാവർക്കും നിർബന്ധമായി കുറയ്ക്കാം റിബേറ്റ്. സുഖമായി. ഓക്കെ, 2.5ക്ക് മേലെ നിങ്ങൾ ടാക്സ് കൊടുക്കണം. പ്ലസ് 5ൻ്റെ ഉള്ളിൽ വരെയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് റിബേറ്റ് 12,500 രൂപ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇതുവരെ പഠിച്ച ടാക്സിൻ്റെ കാര്യങ്ങൾ. ഇനിയാണ് നമ്മൾ കാൽക്കുലേഷനിലോട്ട് പോണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദി ഇൻകം ഓഫ് മിസ്റ്റർ ശങ്കർ ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. ഇൻകം ഫ്രം ബിസിനസ് അയാൾക്ക് 6 ലക്ഷം കിട്ടി. ഇൻകം ഫ്രം അഗ്രികൾച്ചർ അയാൾക്ക് 40,000 കിട്ടി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഇൻകം 5,000-ൽ മേലെയാണെങ്കിൽ മാത്രം നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം നോൺ അഗ്രികൾച്ചർ ഇൻകം കൂട്ടിയാൽ മതി. ഓക്കെ, പിന്നെ അയാളുടെ ഇൻകം എത്രയാവണം? അയാൾക്ക് ടാക്സ് കൊടുക്കണമെങ്കിൽ 2,50,000-ന് മേലെ ആയിരിക്കണം അയാളുടെ ഇൻകം. അയാളുടെ ബിസിനസ് എന്നുള്ള ഇൻകം എത്രയാണ്? 6 ലക്ഷം. അയാൾ ടാക്സ് കൊടുക്കണോ വേണ്ടയോ? വേണം. അയാളുടെ അഗ്രികൾച്ചർ ഇൻകം എത്രയാ? 5,000-ന് മേലെയാണോ? ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ടാക്സ് കൊടുക്കണം.
അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 തരത്തിൽ ടാക്സ് കണ്ടുപിടിക്കണം. 2 തരത്തിൽ. ആദ്യം കണ്ടുപിടിക്കുക എഗ്രികൾച്ചർ ഇൻകം നോൺ എഗ്രികൾച്ചർ ഇൻകം ക്ലബ് ചെയ്യുക, കൂട്ടുക. കൂട്ടിയിട്ട് ടാക്സ് കാണാം. 6,40,000 കൂട്ടുമ്പോൾ 6,40,000 കിട്ടും. 6,40,000 ടാക്സ് ലയബിലിറ്റിയാണ് നമ്മൾ കാണാൻ പോണത്. ആദ്യത്തെ 2,50,000 എത്രയാ? നിൽ. ഇനി നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ട്? 2,50,000 ഹൈഫൺ 5 ലക്ഷം. അതായത് എൻ്റെ ഇടയിൽ 2.5 ലക്ഷം ഉണ്ട്. ആ 2.5 ലക്ഷത്തിന് എത്ര ശതമാനം? 5%. അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയില്ല കേട്ടോ. അതൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ബ്ലാക്ക് ബോർഡിൽ ചെയ്യും. 5%. അപ്പോൾ 12,500. ഇനി 5 ലക്ഷം വരെ എടുത്തു. ഇനി 5 ലക്ഷം ഹൈഫൺ 6,40,000. ഡിഫറൻസ് എത്രയാ? 1,40,40,000. അതിന് എത്ര ശതമാനം? 20%. ആ 20%ആണ് 28,000 രൂപ. അതൊക്കെ ടാക്സും ഒക്കെ കൂടി കൂട്ടുമ്പോൾ 40,500. അതവിടെ 2 ലൈൻ വരച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് സീലിംഗ് നോക്കുക. ഈ വ്യക്തിക്ക് എത്ര വയസ്സായിട്ടുണ്ടെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ടാ? ഇയാൾക്ക് ഇവിടെ വയസ്സ് പറയാത്ത കാരണം നമ്മൾ അയാൾ ചെറുപ്പക്കാരനാണെന്ന് വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് അയാളുടെ ടാക്സ് സീലിംഗ് 2,50,000 വരെ അയാൾക്ക് ടാക്സ് കൊടുക്കണ്ടല്ലോ, വേണ്ട. അയാൾ ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചിട്ട് അയാളുടെ സീലിംഗ് 2,50,000 നമ്മൾ വിചാരിക്കണം. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് 2,50,000 നോൺ എഗ്രികൾച്ചർ ഇൻകം മാത്രം കൂട്ടുക. പറഞ്ഞേ ഇത്തിരി മെനക്കെടുണ്ട്. 2 ലക്ഷം ശ്രദ്ധിക്കേ, പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കേ. ഇയാൾ ഒന്നും അയാളുടെ വയസ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. വയസ്സിനെ പറ്റി പറയാത്ത കാരണം അയാളൊരു ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചിട്ട് അയാളുടെ ടാക്സ് സീലിംഗ് നമ്മൾ ഓർത്തെടുക്കുക. 2,50,000 വരെ അയാൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ അയാളുടെ ടാക്സിൻ്റെ ആ ഫസ്റ്റ് സ്ലാബ് എടുക്കുക. 2,50,000 പ്ലസ് അയാളുടെ അഗ്രികൾച്ചർ ഇൻകം മാത്രം കൂട്ടുക. 2,50,000 പ്ലസ് 40,000 ഈക്വൽ ടു 2,90,000. ഇനി നമ്മൾ ആ 2,90,000 വീണ്ടും ടാക്സ് കാണുക. അങ്ങനെ കാണുമ്പോൾ അപ് ടു 2,50,000 നിൽ. 2,50,000 ഹൈഫൺ 2,90,000 ബാലൻസ് 40,000. 40,000 5% 2,000. അപ്പോൾ അയാൾ അഗ്രികൾച്ചർ ഇൻകം സീലിംഗും കൂടി കൂട്ടിയിട്ട് ടാക്സ് കൊടുക്കുന്നത് 2,000. ഇനി നേരത്തെ അവിടെ കണ്ടുവച്ചിട്ടുള്ള 40,500 ഈ 2,000 മൈനസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 38,500 കിട്ടും. അതിൻ്റെ മുകളിൽ 4% എഡ്യൂക്കേഷൻ സെസ് കൂട്ടുക.